റീസെന്റ് ദുൽഖർ സൽമാന്റെ പൃഥ്വിരാജിന്റെ ഒക്കെ വീട്ടിലെ ചില വണ്ടികൾ കസ്റ്റംസ് റെയ്ഡ് ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഭൂട്ടാനിൽ നിന്ന് സ്മഗിൾ ചെയ്ത ഈ വണ്ടികൾ തേടി ഇന്ത്യയുടെ ഈ ഒരു അറ്റം വരെ ഈ ഓഫീസേഴ്സ് എത്തിയെങ്കിൽ ഇവർ എത്രമാത്രം ഹാർഡ് വർക്കിംഗും സത്യസന്ധരുമായിരിക്കും. കസ്റ്റംസിന്റെ മോട്ടോ തന്നെ ദേശ് സേവാർത്ഥ കർ സഞ്ജയ് എന്നാണ്. അതായത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ടാക്സ് പിരിക്കാം. പക്ഷെ ഇന്ന് അതേ കസ്റ്റംസ് ടാക്സ് അല്ല പിരിക്കുന്ന കൈക്കൂലിയാണ്. അതും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, സ്വന്തം നന്മയ്ക്ക് വേണ്ടി. ലിറ്ററലി മോഷണവും പിടിച്ചുപറിയും വരെ അവർ നടത്തുന്നു. ഇന്ന് ഇന്ത്യൻ കസ്റ്റംസ് ഒരു മാഫിയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് വിൻട്രാക്ക് എന്ന കമ്പനിയുടെ ഒരു ഇഷ്യൂ നാഷണൽ മീഡിയാസിൽ വന്നതും കസ്റ്റംസിന്റെ കറപ്ഷൻ സൊസൈറ്റി ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതും. ഒരു ട്വിറ്റർ പോസ്റ്റാണ് ഈ ഇഷ്യൂവിന്റെ സ്റ്റാർട്ടിങ്. ചെന്നൈ ബേസ് ചെയ്ത് ഇമ്പോർട്ട് നടത്തുന്ന ഒരു കമ്പനിയാണ് വിൻട്രാക്ക്. കഴിഞ്ഞ ജനുവരിയിൽ ഇവരുടെ ഒരു ഷിപ്മെന്റ് കസ്റ്റംസ് തടഞ്ഞു വെക്കുകയും 7 ലക്ഷം രൂപ കൈക്കൂലി ചോദിക്കുകയും ചെയ്തു. കൈക്കൂലി ചോദിച്ചുകൊണ്ടുള്ള ഫോൺ കോള് വിൻട്രാക്കിന്റെ ഓണർ റെക്കോർഡ് ചെയ്യുകയും ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ കസ്റ്റംസ് ഇവരുടെ ഷിപ്മെന്റ് ക്ലിയർ ചെയ്തു. ആ ഓണർ ഈ ട്വിറ്റർ പോസ്റ്റ് റിമൂവ് ചെയ്യുകയും ചെയ്തു. പിന്നീട് മെയ്യിൽ ഇതേ കമ്പനിയുടെ വേറൊരു ഷിപ്മെന്റ് കസ്റ്റംസ് തടഞ്ഞു. അന്ന് ആവശ്യപ്പെട്ടത് 5 ലക്ഷം രൂപ കൈക്കൂലിയാണ്. ഈ ഓണർ കസ്റ്റംസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ലാസ്റ്റ് 3 ലക്ഷം രൂപ കൈക്കൂലി നൽകി. അങ്ങനെ ആ ഷിപ്മെന്റ് ക്ലിയർ ചെയ്തു. പക്ഷെ ഈ നൽകിയ കൈക്കൂലിയുടെ ഒരു ഷെയർ കസ്റ്റംസിലെ ഒരു ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്നീട് ഈ കമ്പനിക്ക് വന്ന എല്ലാ ഷിപ്മെന്റ്സും അവർ തടയാൻ തുടങ്ങി. ഈ സമയം കമ്പനിയുടെ ഓണർ ഈ അഴിമതിയെ പറ്റി പിന്നെ ജൂണിൽ ഒരു ട്വിറ്റർ പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് റിവെഞ്ച് നടപടികൾ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇദ്ദേഹത്തിന്റെ ഷിപ്മെന്റ്സ് എല്ലാം നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് തടഞ്ഞു വെക്കുകയും ഡിലേ ആക്കിയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ കമ്പനിയുടെ ചില ഷിപ്മെന്റ്സ് തടയാൻ കസ്റ്റംസ് റേസ് ചെയ്ത കാരണങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാവും ഇതെല്ലാം റിവെഞ്ച് ആണെന്ന്. കമ്പനി ഒരു ഷിപ്മെന്റ് ബോഡി മസാജേഴ്സ് ഇമ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിന്റെ ചാർജിങ് കേബിൾസ് മെയിൻ പ്രൊഡക്റ്റിന്റെ പാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ കിട്ടുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഈ ബോഡി മസാജേഴ്സിന്റെ ചാർജിങ് കേബിൾസ് അതിന്റെ മെയിൻ ബോക്സിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ശരിക്കും ഇങ്ങനെ മെയിൻ ബോക്സിന്റെ ഉള്ളിൽ തന്നെ ചാർജിങ് കേബിൾസ് വരുമ്പോൾ നിയമപ്രകാരം അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ USB കേബിൾസ് ഡിസ്ക്ലോസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഷിപ്മെന്റ് കസ്റ്റംസ് തടഞ്ഞു. മുമ്പ് സെയിം പ്രോഡക്റ്റ് ഇതേ കസ്റ്റംസ് തന്നെ ക്ലിയർ ചെയ്ത് കൊടുത്തിരുന്നതാണ്. പക്ഷെ ഇത്തവണ റിവെഞ്ച് പോലെ ഇയാളുടെ എല്ലാ ഷിപ്മെന്റ്സും തടയാൻ തുടങ്ങി. ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഡിലേ വന്നാൽ അത് ഉറപ്പായിട്ടും ബിസിനസിനെ ബാധിക്കും. ഈ ഹറാസ്മെന്റ്സും കൈക്കൂലിയൊക്കെ കാരണം ഇനി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇതിന്റെ ഓണർ ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടത്. പക്ഷെ ഇത് വിൻട്രാക്കിന്റെ മാത്രം അവസ്ഥയല്ല. ഈ ഇഷ്യൂ പുറത്തു വന്ന് വൈറലായതോടുകൂടി ഒരുപാട് ആളുകൾ കസ്റ്റംസിന്റെ സൈഡിൽ നിന്ന് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ബാഡ് എക്സ്പീരിയൻസസ് മൈ കസ്റ്റം സ്റ്റോറി എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരാൾ കസ്റ്റംസിന് കൈക്കൂലി കൊടുത്ത ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട്സ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. വേറൊരാളുടെ എക്സ്പീരിയൻസ്, അയാൾക്കൊരു ഷിപ്മെന്റ് കിട്ടിയപ്പോൾ അതിലുള്ള അഡ്രസ്സ് വെറും 3 ലൈനായിരുന്നു. ഇയാൾ KYC ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ആധാർ കാർഡ് കൊടുത്തപ്പോൾ അതിൽ 4 ലൈൻ അഡ്രസ് ഉണ്ടായിരുന്നു. ഈ 1 ലൈൻ അഡ്രസ്സിലെ ഡിഫറൻസ് പറഞ്ഞ് ഇയാളുടെ ഷിപ്മെന്റ്സ് കസ്റ്റംസ് പിടിച്ചു വെച്ചു. മറ്റൊരാളുടെ എക്സ്പീരിയൻസ്, അയാൾക്ക് വന്ന ഷിപ്മെന്റിലെ സോക്സും സ്റ്റിക്കറും ആയിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന കസ്റ്റംസ് ഓഫീസർ അത് ക്ലാസിഫൈ ചെയ്ത ഡ്രഗ് ആയിട്ട്. ഓഫീസറുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ആണ്. പക്ഷെ ക്ലിയറൻസിൽ ഡിലേ വന്നു. അത് വിട്ട് കിട്ടാൻ ഇയാൾക്കൊരു റിട്ടേൺ ആപ്ലിക്കേഷൻ വരെ എഴുതി കൊടുക്കേണ്ടി വന്നു. ഈ ആരോപണങ്ങളിലൊക്കെ സത്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് 2025 ഓഗസ്റ്റിൽ 10 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ച ഒരു കസ്റ്റംസ് ഓഫീസറെ CBI അറസ്റ്റ് ചെയ്തതും 2024 ഡിസംബറിൽ 4 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട ഒരു ഓഫീസറെ CBI അറസ്റ്റ് ചെയ്തതൊക്കെ. ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കറപ്റ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കസ്റ്റംസ്. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവരുമായിട്ട് ഇന്ററാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. മിക്കവർക്കും ആകെ അറിയാവുന്നത് ഈ സിനിമയിലെ കാണുന്ന വെള്ളയിട്ട് സ്മഗ്ലിംഗ് ഒക്കെ തടയുന്ന ഓഫീസേഴ്സ് ആണെന്ന് മാത്രം. പക്ഷെ ശരിക്കും ആ വെള്ള യൂണിഫോമിന്റെ ഉള്ളിൽ ഒരു അഴുകിയ സിസ്റ്റം ഉണ്ട്. കൈക്കൂലി മാത്രമല്ല, പിടിച്ചുപറി മോഷണമൊക്കെ നടത്തുന്ന ഒരു ക്രിമിനൽ ഗ്യാങ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് ഇന്ത്യൻ കസ്റ്റംസ്. ആ സിസ്റ്റത്തിന്റെ ഉള്ളിലെ കുറെ ഇൻഹറന്റ് പ്രശ്നങ്ങളാണ് ഈ ജീർണതയ്ക്ക് കാരണം. ഒരു കസ്റ്റംസ് ഓഫീസർക്ക് സ്വമേധയാ തീരുമാനം എടുക്കാനുള്ള ഒരുപാട് അധികാരങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ഷിപ്മെന്റ് വരുമ്പോൾ അതിലെ പ്രൊഡക്ട്സ് ഏത് രീതിയിൽ ക്ലാസിഫൈ ചെയ്യണം, അതിന് എത്ര ഡ്യൂട്ടി അടപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പവറാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചൈനയിൽ നിന്ന് പ്ലാസ്റ്റിക് ടോയ് പാർട്സ് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ അസംബിൾ ചെയ്ത് വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. പ്ലാസ്റ്റിക് ടോയ് പാർട്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ അടയ്ക്കേണ്ട ഡ്യൂട്ടി അഥവാ ടാക്സ് 10%. പക്ഷേ അവിടെ ഇരിക്കുന്ന കസ്റ്റംസ് ഓഫീസർ ഈ ഷിപ്മെന്റിൽ വന്ന പ്രൊഡക്റ്റ് ടോയ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തെങ്കിൽ ഒറ്റയടിക്ക് ടാക്സ് 30%. അതുപോലെ തന്നെ ഞാനൊരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇൻവോയ്സിൽ $500 കാണിച്ചിരിക്കുന്നത് വിചാരിക്കാം. പക്ഷെ അവിടെ ഇരിക്കുന്ന ഓഫീസർക്ക് തോന്നാണ് ഇത് $500 പ്രൊഡക്റ്റ് അല്ല, $1000 പ്രൊഡക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് $1000 നമുക്ക് ഡ്യൂട്ടി അർപ്പിക്കാം. അതായത് ആ ഓഫീസറുടെ തോന്നലുകൊണ്ട് മാത്രം ഒറ്റയടിക്ക് ഡ്യൂട്ടി ഡബിൾ ആവും. ഇൻവോയ്സിലെ തെറ്റായിട്ടുള്ള തുക കാണിച്ച ആളുകൾ തട്ടിപ്പ് നടത്തുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഓഫീസേഴ്സിന് ഈ പവർ കൊടുത്തിരിക്കുന്നതെങ്കിലും ഈ പവേഴ്സ് ഉപയോഗിച്ച് അവർ തന്നെ തട്ടിപ്പ് നടത്താണ്. ഷിപ്മെന്റ് വരുമ്പോൾ ഡ്യൂട്ടി കൂട്ടി അടിച്ചിടും. എന്നിട്ട് കൈക്കൂലി കൊടുത്താൽ മാത്രം ഈ ഡ്യൂട്ടി കുറച്ച് തരും. സ്ഥിരമായിട്ട് കൈക്കൂലി കൊടുക്കുന്ന കമ്പനികളുടെ ഷിപ്മെന്റ്സ് വരുമ്പോൾ അതിലെ പ്രൊഡക്ട്സിനെ
കുറഞ്ഞ ഡ്യൂട്ടിയിൽ ക്ലാസിഫൈ ചെയ്ത് അവർക്ക് ഡ്യൂട്ടി കുറച്ചും കൊടുക്കും. അത് മാത്രമല്ല, ഗവൺമെന്റിന്റെ പല സ്കീംസ് വഴി ഒരു ഷിപ്മെന്റിലെ പ്രൊഡക്ട്സിന് ടാക്സ് റിഡക്ഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും ഈ ഓഫീസേഴ്സിനാണ്. അവർക്ക് വേണ്ടപ്പെട്ട കമ്പനീസിന്റെ ഷിപ്മെന്റ്സ് വരുമ്പോൾ അതിലെ പ്രൊഡക്ട്സിന് അർഹതയില്ലെങ്കിൽ പോലും ഗവൺമെന്റിന്റെ ഈ സ്കീംസിലൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് ടാക്സ് റിഡക്ഷൻ കൊടുക്കും. ഈ വർഷം ചെന്നൈയിൽ ഇതുപോലെ തന്നെ അർഹതപ്പെടാത്ത സ്കീമിൽ ഉൾപ്പെടുത്തി കമ്പനികൾക്ക് റിഡക്ഷൻ നൽകിയതിന്റെ പേരിൽ ഒരു കസ്റ്റംസ് ഓഫീസർ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മുംബൈയിലും സെയിം രീതിയിൽ ഒരു ഓഫീസർ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് 9.5 കോടി രൂപയുടെ ബെനിഫിറ്റ്സ് ആണ് പല കമ്പനികൾക്ക് അയാൾ നൽകിയത്. ഇതേ പ്രവൃത്തിയെപ്പറ്റി CAGയുടെ ഓഡിറ്റിലും പരാമർശിച്ചിരുന്നു. CAG ഓഡിറ്റിൽ പറഞ്ഞത് ഈ പ്രവൃത്തി കാരണം 773 കോടി രൂപയുടെ നഷ്ടമാണ് ഗവൺമെന്റിന് സംഭവിച്ചതെന്നാണ്. ഇങ്ങനെ ഒരു ഓഫീസർ അധികാരം മിസ്യൂസ് ചെയ്താൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എഫക്റ്റീവ്ലി കംപ്ലൈന്റ് കൊടുക്കാനോ സ്പീഡിൽ സൊല്യൂഷൻ കണ്ടെത്താനോ ഒരു സിസ്റ്റം ഇന്നിവിടെ ഇല്ല. ഒരു ഓഫീസർ തനിക്ക് തോന്നിയ പോലെ ഡ്യൂട്ടി ചാർജ് ചെയ്യോ ഒരു ഷിപ്മെന്റ് തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്താൽ ഒരു ഇമ്പോർട്ടന്റ് മുമ്പിലുള്ളത് 3 ഓപ്ഷൻസ് ആണ്. 1, സീനിയർ ഓഫീസേഴ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാം. 2, CS സ്റ്റാറ്റ് പോലത്തെ ട്രൈബ്യൂണലിൽ കംപ്ലൈന്റ് ചെയ്യാം. 3, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാം. പക്ഷേ ഈ 3 ഓപ്ഷൻസും പ്രാക്ടിക്കൽ അല്ല. ഈ വിൻട്രാക്കിന്റെ ഓണറും ഇതുപോലെ ആദ്യത്തെ ഓപ്ഷൻ യൂസ് ചെയ്ത് സീനിയർ ഓഫീസറുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോയി. ഈ USB കേബിളിന്റെ കേസ് പറഞ്ഞ് തന്റെ ഷിപ്മെന്റ്സ് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനായിട്ട് മറുപടി എന്തായിരുന്നു എന്നറിയാമോ? ഈ തടഞ്ഞു വെച്ച ഓഫീസറോട് പോയി സംസാരിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ. മിക്ക കേസിലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ ഓഫീസേഴ്സ് പരസ്പരം പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഈ MBD ഓഫീസിലും കസ്റ്റംസ് ഓഫീസിലേക്ക് ഒരു സിസ്റ്റം അനുസരിച്ച് അവിടെ ഓഫീസേഴ്സ് കൈക്കൂലി മേടിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല. ഈ കിട്ടുന്ന കൈക്കൂലി എല്ലാ ഓഫീസേഴ്സും ഷെയർ ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാഫിയ സെറ്റപ്പാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ പ്രാക്ടിക്കലി ഒരു യൂസും ഇല്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ട്രൈബ്യൂണലാണ് ചൂസ് ചെയ്യണമെങ്കിൽ ആദ്യം കേസ് കൊടുക്കുമ്പോൾ തന്നെ ഈ ഡിസ്പ്യൂട്ട് തുകയുടെ 10% ഒക്കെ അവിടെ കെട്ടിവെക്കേണ്ടി വരും. മാത്രമല്ല, ഒരു വെർഡിക്റ്റ് കിട്ടാൻ മാസങ്ങളെടുക്കും. ട്രൈബ്യൂണലിൽ മാസങ്ങളാണ് എടുക്കുന്നതെങ്കിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോയത് വർഷങ്ങളെടുക്കും. ഇത്രയും നാൾ ഈ ഷിപ്മെന്റ് അവിടെ കെട്ടിക്കിടന്ന് നശിച്ചു, പിന്നെ അത് കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. സോ പ്രാക്ടിക്കലി ഈ ഇമ്പോർട്ടന്റ് മുമ്പിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഈ കസ്റ്റംസ് ഓഫീസർ അടച്ച ഉയർന്ന ഡ്യൂട്ടി അടച്ച് പ്രൊഡക്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇയാൾക്ക് കൈക്കൂലി കൊടുത്ത് കുറച്ച് ഡ്യൂട്ടി അടച്ച് പ്രൊഡക്റ്റ് എടുക്കുക. സോ എല്ലാവരും കൈക്കൂലി കൊടുക്കും. ഇത് കസ്റ്റംസിലെ ഓഫീസേഴ്സിനും അറിയാം, അവിടുത്തെ കമ്പനിയിലെ ആൾക്കാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് കസ്റ്റംസിൽ കൈക്കൂലി കൊടുക്കുന്നത് നോർമലൈസ്ഡ് ആണ്. ഒരു പബ്ലിക് ഓഫീസർ കൈക്കൂലി ആവശ്യപ്പെട്ട അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്റേണൽ വിജിലൻസിലോ സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലോ ഒക്കെ പരാതിപ്പെടാം. പക്ഷെ ഇവിടെ അതും പ്രാക്ടിക്കൽ അല്ല. കാരണം ഈ ഓഫീസേഴ്സിനും കമ്പനികളുടെ ഇടയിൽ എല്ലാ അപ്രൂവൽസ് മേടിച്ചു കൊടുക്കാനും പേപ്പർ വർക്ക്സ് ചെയ്യാനൊക്കെ ഏജന്റുമാരുണ്ട്. ഈ ഏജന്റുമാർ വഴിയാണ് ഓഫീസേഴ്സ് കൈക്കൂലി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൈക്കൂലി ഓഫീസേഴ്സുമായിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്യാനും തെളിവുണ്ടാക്കാനും ഭയങ്കര പാടാണ്. ഇനി അഥവാ ആരെങ്കിലും ഒരു ഓഫീസറിനെ അഗെയിൻസ്റ്റ് ആയിട്ട് തെളിവൊക്കെ ഉണ്ടാക്കി ഇയാളെ അറസ്റ്റ് ചെയ്താലും, നേരത്തെ പറഞ്ഞില്ലേ അവിടെ ഒരു മാഫിയ സെറ്റപ്പാണ്. ഈ കംപ്ലൈന്റ് ചെയ്തവന്റെ കാര്യം പിന്നെ ബാക്കിയുള്ള ഓഫീസേഴ്സ് നോക്കിക്കോളും. പിന്നെ അവന്റെ കമ്പനിയുടെ ഒരു ഷിപ്മെന്റ്സും ക്ലിയർ ആവില്ല. ഒരു റിവെഞ്ച് പോലെ ഇവന്റെ കമ്പനിയും ബിസിനസ്സും ഒക്കെ അവർ നശിപ്പിക്കും. ഇതറിയാവുന്നതുകൊണ്ട് തന്നെ ആരും ഈ ഓഫീസേഴ്സിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ ധൈര്യപ്പെടില്ല. 2022 സെൻട്രൽ വിജിലൻസ് കമ്മീഷന് മൊത്തം കിട്ടിയത് 1,15,000 കംപ്ലൈന്റ്സ് ആണ്. ഇതിൽ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈന്റ്സ് എത്ര ഉണ്ടായിരുന്നു എന്ന് അറിയാമോ? 1100 മാത്രം. ഈവൻ പബ്ലിക് സെക്ടർ ബാങ്കുകളിലെ ഓഫീസേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോലും 8,000 കംപ്ലൈന്റുകൾ വന്നു. കസ്റ്റംസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇത്രയും കുറവ് കംപ്ലൈന്റ് വരാനുള്ള കാരണം നേരത്തെ പറഞ്ഞതാണ്. കൈക്കൂലി മേടിക്കുന്നത് മാത്രമല്ല, മോഷണവും പിടിച്ചുപറിയും വരെ ഈ ഓഫീസേഴ്സ് ചെയ്യുന്നുണ്ട്. हमारी सिर्फ इंडिया पहुंचते वहाँ के पोर्ट ऑफिसर व्हाइट यूनिफॉर्म में भिखारी की तरह सिर पे टूट पड़ते हैं और हमारे प्रोविजन स्टोर में घुस जाते हैं। भाई फ्रोजन चिकन बैग में भर भर के, कॉफी, टी बैग, बिस्किट जो भी पाते हैं बैग में भर लेते हैं। फिर हमारे बॉन्ड स्टोर में जाएंगे, जो भी दारू, बियर, सिगरेट, कोल्ड ड्रिंक जो भी होगा बैग में भर भर के लेके जाते। ഒരു ഷിപ്മെന്റ് വന്നാൽ അതിലെ സാധനങ്ങൾ എടുത്തു മാറ്റുന്നു. ഫോർ എക്സാമ്പിൾ ഗാർമെന്റ്സ് വന്നാൽ അതിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് പരസ്പരം ഇവരെ പ്രൊഡക്ട്സ് ഷെയർ ചെയ്തെടുക്കും. പോർട്ടിൽ കപ്പൽ വന്നാൽ ആ കപ്പലിന്റെ ഉള്ളിൽ കയറി അതിലെ ജോലിക്കാർക്ക് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന പാൽപ്പൊടിയും ഗ്രോസറീസ് ഒക്കെ ഇവർ എടുത്തോണ്ട് പോകുന്നു. 1.5 ലക്ഷം രൂപ സാലറി കിട്ടിയിട്ടും 2 പാക്കറ്റ് പാൽപ്പൊടി മോഷ്ടിക്കേണ്ട അവസ്ഥയാണെങ്കിൽ ഇവർക്കൊക്കെ കമ്പിപ്പാരെടുത്ത് കക്കാൻ പൊക്കൂടെ? നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ ആരും ഇതിനൊന്നും അഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്യാറില്ല. ഞാനിതൊന്നും വെറുതെ പറഞ്ഞതല്ല. വിൻട്രാക്കിന്റെ കേസ് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇതുപോലത്തെ എക്സ്പീരിയൻസസ് സ്വയം വെളിപ്പെടുത്തുകയാണ്. കസ്റ്റംസിലെ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് 2020 CBIC ഫേസ്ലെസ് അസസ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നത്. ഒരു ഇമ്പോർട്ടറും ഓഫീസറും തമ്മിൽ ഫേസ് ടു ഫേസ് കാണുന്നത് ഒഴിവാക്കാം. റാൻഡംലി ഒരു ഫയൽ ഒരു ഓഫീസർക്ക് അസൈൻ ചെയ്യാം. ഓഫീസർ തോന്നിയ പോലെ ഡ്യൂട്ടി അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇത് ഡാറ്റാ ബേസ്ഡ് ആക്കുക. ഇതൊക്കെയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. പക്ഷേ CAGയുടെ ഓഡിറ്റ് കണ്ടെത്തിയത് ഇപ്പോഴും ഇതൊന്നും ഫുള്ളി ഫേസ്ലെസ് ആയിട്ടില്ല. പല സ്ഥലങ്ങളിലും ഓഫീസേഴ്സിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നുണ്ടെന്നാണ്. സിംഗപ്പൂർ, ദുബായ് പോലത്തെ പോർട്ടുകളിൽ ഇന്ത്യൻ പോർട്ടുകളെക്കാളും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും ഇത്തരം പ്രശ്നങ്ങളില്ല. കാരണം ഇന്ത്യയിൽ പേപ്പറിൽ മാത്രമുള്ള ഫേസ്ലെസ് സിസ്റ്റം സിംഗപ്പൂരിലൊക്കെ 100% ഓൾറെഡി ആയി. മാത്രമല്ല അവിടെ ഒരു ഓഫീസറെ ബ്രൈബ് ചോദിച്ചാൽ അനോണിമസ് ആയിട്ട് അയാൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. സിംഗപ്പൂർ AI വരെ യൂസ് ചെയ്ത് അവരുടെ ഷിപ്മെന്റ്സ് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിലെ ഹാങ്ങും ഗ്ലിച്ചസ് ഒക്കെ കാരണം പല സമയത്തും നമ്മുടെ ഷിപ്മെന്റ്സ് ജാം വരെ ആവാറുണ്ട്.
2022 CAG കംപ്ലയൻസ് ഓഡിറ്റിൽ കണ്ടെത്തിയത് നമ്മുടെ പല കസ്റ്റംസ് ചെക്ക് പോയിന്റ്സിലും ആവശ്യത്തിന് ഫെസിലിറ്റീസ് ഇല്ല, എക്യുപ്മെന്റ്സ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണെന്ന്. പലയിടത്തും നല്ല എക്സ്റേ മെഷീൻസ് ഇല്ല, ഗോൾഡിന്റെ ക്യാരറ്റ് ചെക്ക് ചെയ്യുന്ന ക്യാരറ്റ് മീറ്റേഴ്സ് ഇല്ല, ഡോഗ് സ്ക്വാഡുകളില്ല, ഡ്രഗ് ടെസ്റ്റ് കിറ്റുകളില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടുകൾ ഒന്നായിട്ടുള്ള മുംബൈ എയർപോർട്ടിലെ കസ്റ്റംസിന്റെ എക്സ്റേ മെഷീൻ 15 വർഷം പഴയ അലേർട്ട് ഫെസിലിറ്റീസ് ഒന്നുമില്ലാത്ത സ്ലോ ആയിട്ടുള്ള ഒരു മെഷീനാണ്. അത് മാത്രമല്ല, പല സ്റ്റേഷൻസിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഓഫീസേഴ്സും ഇല്ല, പ്രോപ്പറായിട്ട് സ്കാനേഴ്സ് ഫംഗ്ഷൻ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ പോലും ഇല്ല എന്നാണ് CAG ഓഡിറ്റിൽ കണ്ടെത്തിയത്. ഇങ്ങനത്തെ ഒരു സിസ്റ്റം എങ്ങനെ എഫക്റ്റീവായിട്ട് ഡ്രഗ്സിന്റെയും ഗോൾഡിന്റെ ഒക്കെ സ്മഗ്ലിംഗ് തടയും? കസ്റ്റംസിലെ പ്രോബ്ലംസ് കാരണം ഇവിടെ സ്മഗ്ലിംഗ് കൂടുന്നതും സർക്കാരിന്റെ റവന്യൂ കുറയുന്നതിനും പുറമെ മറ്റൊരു പ്രശ്നമാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസിന്റെ ഗ്രോത്ത് സ്ലോ ആവുന്നത്. ഇത് നമ്മുടെ മൊത്തം രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെയാണ് ബാധിക്കുന്നത്. 2035 ആകുമ്പോഴേക്കും $10 ട്രില്യൺ എക്കോണമിയെ സ്വപ്നം കാണുന്ന ഇന്ത്യയുടെ വളർച്ചയിൽ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കസ്റ്റംസിലെ പ്രശ്നങ്ങളാണ്. എല്ലാവർക്കും അറിയാം ഈ സിസ്റ്റം ഫുൾ കറപ്ഷൻ ആണെന്ന്, പക്ഷേ ഇത് നന്നാക്കാനുള്ള ആർജവം ആരും കാണിക്കുന്നില്ല. റീസെന്റ് ഈ സിനിമാ നടന്മാരുടെ വണ്ടി റെയ്ഡ് ചെയ്ത കേസ് തന്നെ നോക്കിയാൽ ഇതെല്ലാം ഭൂട്ടാനിൽ നിന്ന് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന വണ്ടികളാണ്. അതായത് വീഴ്ച സംഭവിച്ച കസ്റ്റംസ് ഓഫീസേഴ്സിനാണ്. ഈ വീഴ്ച സംഭവിച്ച ഓഫീസേഴ്സിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് പകരം ടാക്സ് അടച്ച് ഈ വണ്ടി മേടിച്ച ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു ടൈപ്പ് കണ്ണിപ്പൊടിയിടലാണ്. ബോംബ് പൊട്ടിച്ചവനും അത് പൊട്ടിച്ചത് നോക്കുന്ന പോലീസുകാരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് കേസില്ല, പക്ഷെ അതിന്റെ ഒച്ച കേട്ടവന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് എടുക്കുന്നു. അതുപോലെയാണ് ഇതൊക്കെ. മാത്രമല്ല, ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ കസ്റ്റംസിനെ കോടതി ഗ്രില്ല് ചെയ്തു. നിങ്ങൾക്ക് തോന്നിയ പോലെയാണ് ഒരു വണ്ടി സീസ് ചെയ്യണമെന്ന് ചോദിക്കുകയും പ്രൊവിഷണൽ ആയിട്ട് ഈ വണ്ടികൾ തിരിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്തു. ഇപ്പോൾ വിൻട്രാക്കിന്റെ ഈ കേസിൽ മിനിസ്ട്രി ലെവൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഓർഡർ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കും എന്ന് കണ്ടറിയണം. ഈ ഒരൊറ്റ ഇഷ്യൂ കൊണ്ട് എന്തായാലും കസ്റ്റംസിന്റെ ഉള്ളിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കസ്റ്റംസിലെ അഴിമതിക്കാരായ ഓഫീസർമാരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ, നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾക്ക് ഇതൊക്കെ ശീലമായെന്ന് അറിയാം, എന്നാലും അന്തസ്, സത്യസന്ധത, നാണവും മാനവും അല്പമെങ്കിലും പ്രൊഫഷണൽ ജീവിതത്തിൽ കാണിക്കാൻ ശ്രമിക്കുക.